ലോകത്തിന്റെ രക്ഷിതാവ് സത്യാസത്യ വിവേചനത്തിന്റെ ഗ്രന്ഥത്തെ പ്രവാചകനിലൂടെ ആ ജനതയിലേക്ക് ഉമ്മത്തിന് വേണ്ടി, ലോക ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഖുർആനിനെ അവതരിപ്പിച്ചു കൊടുത്തു. ആ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരിച്ചു കൊടുക്കാൻ വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനിനെയും പ്രവാചകന്റെ ചര്യയെയും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു, പറഞ്ഞയച്ചു എന്ന് ചരിത്രം പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. അതിനാണ് റസൂൽ വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. ആ റസൂലിന്റെ വരവോടുകൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കള്ളു കുടിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ മുന്നിൽ, ഈ യുദ്ധക്കൊതിയന്മാരായിരുന്ന ആളുകളുടെ മുന്നിൽ, വ്യഭിചാരികളും വ്യഭിചാരിണികളുമായിരുന്ന ആളുകളുടെ മുന്നിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പഠിപ്പിച്ച ആശയം എന്തെന്നറിയോ? നിങ്ങൾ കള്ളു കുടിക്കല്ലേ എന്നല്ല, നിങ്ങൾ വ്യഭിചരിക്കല്ലേ എന്നല്ല. ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം പഠിപ്പിച്ച ആശയം, ആദർശം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല എന്ന് പഠിപ്പിക്കുക. അല്ലാഹു എന്ന സൃഷ്ടാവിനെ കുറിച്ച് കൃത്യമായി മനുഷ്യന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, ഉഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കണം, റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ. ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, ജൈനന്റെ, ബൗദ്ധന്റെ, സിഖുകാരന്റെ, മതമുള്ളവന്റെ, ഇല്ലാത്തവന്റെ, ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട മുഴുവൻ വസ്തുക്കളുടെയും സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. എന്നിട്ട് അല്ലാഹു പഠിപ്പിച്ചത് എന്താണ്? ആ സൃഷ്ടാവ് അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ, നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആരാണ് റബ്ബ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ. കള്ളുകുടിക്കുന്നവരെ, തോന്നിവാസങ്ങളിൽ ഏർപ്പെടുന്നവരെ, സ്വന്തം മാതാപിതാക്കളെ മറന്ന് ജീവിതം കുത്തഴിഞ്ഞ് ജീവിക്കുന്ന യുവതലമുറയോട് ഇസ്ലാമിന് പറയാനുള്ളത്, നിന്റെ രക്ഷിതാവിനെ നീ അറിയണം. കള്ളുകുടിച്ച് തോന്നിവാസങ്ങളിൽ ഏർപ്പെട്ട് സ്വന്തം ശരീരത്തിന്റെ ഉത്തരവാദിത്വം പോലും മറന്ന് വളരെ വളരെ മ്ലേച്ഛമായ രൂപത്തിൽ ദുനിയാവിൽ ഭൂമിയിൽ ജീവിക്കുന്ന, വൃത്തികെട്ട സംസ്കാരങ്ങൾ പേര് ജീവിക്കുന്ന ആളുകളോട് ഇസ്ലാമിന് പറയാനുള്ള ആശയം ഇതാണ്: ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. ആരാണ് രക്ഷിതാവ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ. ഈ ഭൂമി, നീ പന്ത് കളിക്കുന്ന, നീ വാഹനമോടിക്കുന്ന, നീ അധ്വാനിക്കുന്ന, നീ എല്ലാവിധ നന്മകളും വേണ്ടാത്തരങ്ങളും ഒരുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെ നിനക്ക് വേണ്ടി മെത്തയെന്നോണം വിരിപ്പെന്നോണമാക്കി തന്നവനാരോ അവനാണ് നിന്റെ രക്ഷിതാവ്. അവനാണ് നിന്റെ രക്ഷിതാവ്. ആ രക്ഷിതാവിനെ കണ്ടെത്താനും ആ രക്ഷിതാവിനെ കുറിച്ചറിയാനും ഉള്ള മനസ്സ് ഒരു മനുഷ്യനുണ്ടോ, അയാൾക്ക് ധാർമ്മികമായ ചിന്തകളിലേക്ക് വളരെ പെടുന്നനെ വേഗതയിൽ എത്തിപ്പെടാനുള്ള കഴിവുണ്ട്, എത്തിപ്പെടാനുള്ള തൗഫീഖ് റബ്ബ് നൽകും. ചിന്തിക്കണം, ആലോചിക്കണം. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ. ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നു. ആകാശങ്ങളെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നു. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെക്കുറിച്ച് വർണ്ണിച്ചപ്പോ അല്ലദീ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, തട്ടുകൾ തട്ടുകളായി 7 ആകാശങ്ങളെ തട്ടുകൾ തട്ടുകളായി സൃഷ്ടിച്ചവനാണ് നിന്റെ രക്ഷിതാവ്. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ. 7 ആകാശങ്ങളെ തട്ടുകൾ തട്ടുകളായി സൃഷ്ടിച്ചവനാരോ അവനാണ് നിന്റെ രക്ഷിതാവെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ രക്ഷിതാവിനെ കണ്ടെത്താനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. തിന്മകളിൽ നിന്ന് മുക്തമാകാൻ, പാപങ്ങളിൽ നിന്ന് മുക്തമാകാൻ, ധാർമ്മിക ബോധമുള്ളവരായി നിങ്ങൾക്ക് മാറാനുള്ള പരിഹാരത്തിന്റെ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് സൃഷ്ടിച്ച നാഥനെ അറിയുക എന്നുള്ളതാണ്. സൃഷ്ടിച്ച നാഥനെ പഠിക്കുക, അറിയുക എന്നുള്ളതാണ്. ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നു.
പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്തിന്റെ മേഘക്കീറുകളിൽ നിന്ന് ഭൂമിയിലേക്ക് മഴ ഇറക്കി തന്നവനാരോ അവനാണ് നിന്റെ രക്ഷിതാവ്. ഭൂമിയിലേക്ക് മഴ ഇറക്കി തന്നു. ആ മഴ എന്തിനാ നൽകിയത്? ആ മഴ എന്തിനാ നൽകിയത്? നോക്കൂ നിങ്ങൾ, ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും. ആ മഴ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നു, അന്നം നൽകുന്നു. മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, മനുഷ്യൻ വെള്ളം കുടിക്കുന്നുണ്ട്. മഴ ഭൂമിയോട് ഉമ്മ വെക്കുമ്പോ മുളച്ചു പൊന്തണ്ട ചെടികളും സസ്യങ്ങളും കൃത്യമായി അത് മുളച്ചു പൊന്തുകയാണ്. ആ മഴ നിനക്ക് വേണ്ടി ഒരുക്കി തന്ന നിന്റെ രക്ഷിതാവിനെ നീ അറിയാതെ പോകരുത്, നീ പഠിക്കാതെ പോകരുത്. ഈ ആശയം അന്നത്തെ ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകളുടെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആ വേദഗ്രന്ഥത്തെ, തത്വജ്ഞാനത്തെ കൃത്യമായി വിവരിച്ചു കൊടുത്തു. നന്മയുടെ ചെറിയ ചെറിയ പ്രകാശങ്ങൾ ഉദിച്ചു തുടങ്ങി. നന്മയുടെ പ്രകാശങ്ങൾ അതിങ്ങനെ പ്രകടമായി തുടങ്ങി. സഹോദരങ്ങളെ, കള്ളു കുടിച്ചുകൊണ്ടിരുന്ന ആളുകൾ ദൈവത്തെക്കുറിച്ച് അറിയുകയും ദൈവത്തിന്റെ വഴി സ്വീകരിച്ച്, അള്ളാഹുവിന്റെ വഴി സ്വീകരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്തു. അവരുടെ റൂട്ട് ക്ലിയർ ആയി തുടങ്ങി എന്നർത്ഥം. ജീവിതം നന്നായി. സഹോദരങ്ങളെ, എന്നെ സൃഷ്ടിച്ച് എനിക്ക് അന്നം നൽകുന്ന, എനിക്ക് വായു നൽകുന്ന, എനിക്ക് വെള്ളം നൽകുന്ന എന്റെ രക്ഷിതാവിനെ ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഞാൻ ആരെയാണ് അറിയേണ്ടത്? ആരാണ് രക്ഷിതാവ്? ആരാണ് റബ്ബ്? അല്ലാഹ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. അള്ളാഹുവിന്റെ പ്രത്യേകതകൾ റബ്ബ് പഠിപ്പിക്കുകയാണ്. അൽ ഹയ്യ്, അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, എല്ലാത്തിനും കഴിവുള്ള, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, ഉറക്കമില്ലാത്ത, മയക്കമില്ലാത്ത രക്ഷിതാവിനെ, മയക്കമില്ലാത്ത റബ്ബിനെ, ഉറങ്ങാത്ത റബ്ബിനെ, സൃഷ്ടാവായ റബ്ബിനെ നിങ്ങൾ പഠിക്കണം, അറിയണം. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി ലോകത്താരുമില്ല. അതുകൊണ്ട് നിന്റെ ആരാധനകൾ അവർക്ക് ആ റബ്ബിന് മാത്രം സമർപ്പിക്ക്. നിന്റെ പ്രാർത്ഥനകളെ നീ റബ്ബിന് മാത്രം സമർപ്പിക്ക്. പടച്ച റബ്ബിനെ കൃത്യമായി നീ അറിഞ്ഞോ. പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുന്നിൽ വെക്കുന്ന ആശയം ഇതാണ്. ഒരുപാട് പ്രത്യേകതകൾ. മനുഷ്യൻ ധാർമ്മിക ബോധത്തെക്കുറിച്ച് മനുഷ്യന്റെ ചിന്തകൾ വ്യത്യസ്തമാണെന്ന് പറഞ്ഞല്ലോ. അതിലൊന്നാണ് നന്മ ആളുകൾ ചെയ്യുന്നു. എന്തിനു വേണ്ടി? മറ്റുള്ളവന്റെ കയ്യടി കിട്ടാൻ വേണ്ടി. മറ്റൊരുത്തന്റെ കയ്യടി കിട്ടാൻ വേണ്ടി നന്മ ചെയ്തിട്ട് എന്താ കാര്യം? മറ്റൊരുത്തനിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നന്മ ചെയ്തിട്ട് എന്താ കാര്യം? പരിശുദ്ധ ഖുർആൻ മനുഷ്യനോട് പഠിപ്പിക്കുകയാണ്, റബ്ബിന് വേണ്ടി, നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിന് വേണ്ടി നന്മ ചെയ്യാൻ നിനക്ക് കഴിയോ? ആ ധാർമ്മിക ബോധമാണ് എന്നും നിന്റെ ജീവിതത്തിൽ നിലനിൽക്കുക, എന്നും നിന്റെ ജീവിതത്തിൽ നിലനിൽക്കുക. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ ഒരു ചിന്ത ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഒറ്റക്കൊരു റൂമിൽ ചെന്നിരുന്ന് നമ്മുടെ മൊബൈൽ കൊണ്ട് ഒരു വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ നമ്മളൊരു വൃത്തികേട് കാണുമ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് ചിന്ത വരും. അവിടെ പോലും മൈന്യൂട്ടായി ആരും കാണാതെ ഒറ്റക്കൊരു റൂമിലിരുന്ന് വൃത്തികേട് കാണണമെന്ന് മനസ്സ് മന്ത്രിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് റബ്ബിനെ കുറിച്ച് ചിന്ത കടന്നു വരും. നിന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതിനെ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നീ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ അറിയുന്നവനാണ് നിന്റെ രക്ഷിതാവ്. നീ നിന്റെ കണ്ണുകൊണ്ട് നോക്കുന്ന കട്ടുനോട്ടങ്ങളെ അറിയുന്നവനാണ് നിന്റെ രക്ഷിതാവ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, റബ്ബിനെ കുറിച്ചുള്ള അറിവ് അത് കൃത്യമായി നേടിയെടുക്കുക. അങ്ങനെ നേടിയാലോ ആ റബ്ബ് പറഞ്ഞു തന്ന മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഏതാണ് ശരിയെന്ന്, ഏതാണ് തെറ്റിയെന്ന്, ആ നന്മയുടെ വഴി എന്താണെന്ന്, മദ്യത്തെക്കുറിച്ച് എന്താണ് റബ്ബ് പറഞ്ഞത്, അതിന്റെ ഗൗരവം എന്താണ്, നമ്മെ സൃഷ്ടിച്ച രക്ഷിതാവ് എന്താണ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരായ ആളുകളെ,
വിശ്വസിച്ചാലേ ഈ ആശയം മനസ്സിലാകുള്ളൂ. ഈമാനുള്ളവർക്കേ മനസ്സിലാവുകയുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചവർക്ക്, റബ്ബിൽ വിശ്വാസം ഉറപ്പിച്ചവർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. പരിശുദ്ധ ഖുർആൻ മദ്യം, ചൂതാട്ടം, അതേപോലെ തന്നെ നിന്റെ ശരീരത്തിന് നാശം വിതക്കുന്ന ലഹരികൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ച് പ്രപഞ്ചനാഥനായ റബ്ബ് മാനവരാശിയെ പഠിപ്പിക്കാൻ. അതൊക്കെ പൈശാചികമാണ്. അത് നിന്റെ ശരീരത്തിന് ദ്രോഹമുണ്ടാക്കുന്ന, നിന്റെ ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന വസ്തുവാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് നേരെ കടയിൽ ചെന്ന് മൂക്കറ്റം കള്ളും കുടിച്ചിട്ട് അങ്ങാടിയിൽ വന്ന് ഏതെങ്കിലും ഓകുചാലിലേക്ക് മുഖം കുത്തി വീഴുമ്പോ ആളുകൾ പറയാണ്, ഈ ചെങ്ങായിന്റെ അവസ്ഥ കണ്ടില്ലേ? എന്ത് സ്ഥാനാണ് അവർക്ക് ഭൂമിയിലുള്ളത്? അധ്വാനിച്ച മുതൽ അങ്ങനെ കുടിച്ചു തീർത്ത ആ രൂപത്തിലാവുക. മനുഷ്യന്റെ എല്ലാ നിലയും എല്ലാ വിലയും നഷ്ടപ്പെടുത്തി സ്വന്തത്തെ വരെ ഇല്ലായ്മ ചെയ്യുന്ന ലഹരികൾക്ക് അഡിക്റ്റാകുന്ന ലോകം. എത്ര മോശമാണ് മനുഷ്യൻ, എത്ര മോശമാണ്. പ്രപഞ്ചനാഥനായ റബ്ബ് പഠിപ്പിക്കാണ്, അത് നിന്റെ ശരീരത്തിന് ദൂഷ്യം വരുത്തുന്ന, നിന്റെ ശരീരത്തിന് രോഗമുണ്ടാക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് അത് നിനക്ക് നിഷിദ്ധമാണ്, പാടില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ. അതിന്റെ ഗൗരവം ഉണർത്തി പരിശുദ്ധ ഖുർആൻ. ശരിയല്ലേ പ്രിയമുള്ളവരെ? കുടുംബത്തെ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള വാപ്പ കുടുംബത്തെ നോക്കാതെ പോകാൻ കാരണമായത് മദ്യമല്ലേ, മയക്കുമരുന്നല്ലേ? അല്ലേ? ആധുനിക തലമുറ തിന്മയിലേക്ക് കൂപ്പുകുത്തി എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നതും, നമ്മൾ അങ്ങാടികളിൽ അഭിപ്രായങ്ങൾ പറയുന്നതും അതിന്റെ കാരണമെന്ന് പറയുന്നത് ഈ ലഹരിയല്ലേ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. മാനവരാശി നശിച്ചുകൊണ്ടിരിക്കുന്ന കാരണങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് മുക്തനാവാനുള്ള പരിഹാര മാർഗം പറഞ്ഞു. ഒന്ന്, നിങ്ങൾ അല്ലാഹനെ അറിയുക, നിന്നെ സൃഷ്ടിച്ച രക്ഷിതാവിനെ നീ മനസ്സിലാക്കുക. എന്നിട്ട് ആ രക്ഷിതാവ് പഠിപ്പിച്ചു തന്ന മാർഗങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്ക്. അള്ളാഹു പറഞ്ഞു, അത് നിനക്ക് തെറ്റാണ്, പാടില്ല എന്ന്. ഇന്നതാണ് തെറ്റ് എന്ന് പഠിപ്പിച്ചു. എന്താണ് ശരി എന്ന് അള്ളാഹു പഠിപ്പിച്ചു. വ്യഭിചരിക്കുന്ന ആളുകളുണ്ട്, തോന്നിവാസങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. ഫലാ തഖറബു സിനാ, നീ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുന്നവന്റെ അടുത്തുകൂടി പോകരുത് എന്നല്ല, മറിച്ച് വ്യഭിചാരത്തിന് സാധ്യമാകുന്ന, വ്യഭിചാരത്തിലേക്ക് നിന്റെ മനസ്സിനെ എത്തിക്കുന്ന ഒരു കാരണങ്ങളിലേക്കും ഒരു വിഷയത്തിലേക്കും നീ എത്തിപ്പെടരുത്. വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന എല്ലാ വഴികളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആ ഒരൊറ്റ വാചകം കൊണ്ടടച്ചു. നിന്റെ കണ്ണിനെ നീ നിയന്ത്രിക്കണം, നിന്റെ കണ്ണിനെ നീ നിയന്ത്രിക്കണം, നിന്റെ കർണപുടങ്ങളെ നീ നിയന്ത്രിക്കണം, നിന്റെ നാവിനെ നീ നിയന്ത്രിക്കണം, നിന്റെ കൈകാലുകളെ നീ നിയന്ത്രിക്കണം. ഇതിനൊക്കെ നിയന്ത്രിച്ചാലേ നിനക്ക് നിന്റെ ഗുഹ്യസ്ഥാനത്തെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു. അതുകൊണ്ട് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പറഞ്ഞത്, കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. പരിശുദ്ധ ഖുർആൻ മനോഹരമായി വിശദീകരിക്കുന്നു. മുഅ്മിനീങ്ങളായ ആണുങ്ങളോടെന്ന് പറഞ്ഞു, മനുഷ്യരോട് അല്ലാഹു പറഞ്ഞു, യഗ്ദൂ മിൻ അബ്സ്വാരിഹിം, നിന്റെ കണ്ണിനെ നീ താഴ്ത്തി നടന്നോ. കണ്ണ് താഴ്ത്ത, അന്യ സ്ത്രീകളെ കാണുമ്പോൾ നിന്റെ കണ്ണിനെ നീ താഴ്ത്തി കളയണം. വയഹ്ഫദൂ ഫുറൂജഹും, നിന്റെ ഗുഹ്യസ്ഥാനത്ത് നീ നിയന്ത്രിക്കണം. രണ്ടിനൊരു ബന്ധമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തന്നു. നിന്റെ നോട്ടം നിയന്ത്രിച്ചാലേ ആ തിന്മയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ലോകത്തിന്റെ രക്ഷിതാവ് പഠിപ്പിക്കുന്ന മനോഹരമായ, സഹോദരങ്ങളെ, മനോഹരമായ വിവരണം. പെണ്ണുങ്ങളോടും പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദുന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫദന ഫുറൂജഹുന്ന. പെണ്ണുങ്ങളോടും പറഞ്ഞു, അവരുടെ കണ്ണിനെ താഴ്ത്താൻ പറ, അവരുടെ ഗുഹ്യസ്ഥാനത്തെ നിയന്ത്രിക്കാൻ പറ, അവരുടെ ജിൽബാബുകൾ അവരുടെ ശരീരത്തിലൂടെ, അവരുടെ മാർപിടത്തിലൂടെ, അവരുടെ മുഖമക്കനകൾ കൊണ്ട് മറച്ചിടാൻ, അവരുടെ മാർപിടങ്ങളെ മറച്ചിടാൻ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് കൽപ്പിച്ചു. എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം,
സഹോദരങ്ങളെ, തിന്മയിൽ നിന്നൊരു പെണ്ണ് രക്ഷപ്പെടണമെങ്കിലുള്ള വഴി അള്ളാഹു പഠിപ്പിച്ചു. പെണ്ണിന്റെ വസ്ത്രം എങ്ങനെ ആവണം. പക്ഷെ ആ വസ്ത്രം ഇന്ന് സമുദായത്തിൽ ചർച്ചയാണ്. ആ വസ്ത്രം ഇന്ന് സമുദായത്തിൽ ചർച്ചയാൻ. പർദ്ദയിട്ട് നിഖാബ് ധരിച്ച് ശരീരത്തിൽ നോക്കൂ നിങ്ങൾ, തല മുതൽ കാല് വരെ ഒരു ഭാഗവും കാണാതെ മാന്യമായ വസ്ത്രം ധരിച്ച ഒരു പെണ്ണിനെ കണ്ടാൽ അവൾ ഭീകരവാദിയായി, അവൾ തീവ്രവാദം പ്രചരിപ്പിക്കുന്നവളായി. ഇത്ര തീവ്രതയൊക്കെ സമുദായത്തിന് വേണോ എന്ന് ചർച്ച ചെയ്യാണ്. ലോകത്ത് പമ്പര വിഡ്ഢികളെന്നവരെ കുറിച്ച് പറയേണ്ടി വരും. എന്തേ കാരണം എന്നറിയോ? അന്യപുരുഷന്റെ ശരീരത്തെ, അന്യപുരുഷന്റെ മുന്നിൽ സ്വന്തം ശരീരത്തെ, സ്വന്തം ഭർത്താവിന് മാത്രം പ്രദർശിപ്പിക്കേണ്ട ശരീരത്തെ പ്രകടമാക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് നമ്മൾ നല്ല അഭിപ്രായം പറയുന്നു. ആ പെണ്ണ് മോശക്കാരിയാണെന്നല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ പെണ്ണ് ധാർമ്മികത എന്തെന്നറിഞ്ഞില്ല, ആ പെണ്ണ് ഹക്കെന്തെന്നറിഞ്ഞില്ല, നന്മ എന്തെന്നറിഞ്ഞില്ല. അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകൾ പോലും അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് കാരണം ഫിത്നകളും പ്രശ്നങ്ങളും സമുദായത്തിൽ ഉണ്ടാകുന്നു. ആർക്ക് പ്രശ്നം? അതിനെക്കുറിച്ച് ചിന്ത അല്ലേ? ഇങ്ങനെ നന്മയെക്കുറിച്ച് എന്നും വിമർശിക്കുകയും തിന്മക്ക് ഇങ്ങനെ പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഒരു കാലം സഹോദരങ്ങളെ വളരെ ഗൗരവമാണ് വിഷയം. ഇങ്ങനെ അധാർമികമായി കുത്തഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രപഞ്ചനാഥനായ റബ്ബ് പഠിപ്പിച്ച നന്മയുടെ വഴികളെ കുറിച്ച് നമ്മൾ വേർതിരിച്ചു മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് നീ വിജയിക്കേണ്ടത്, എങ്ങനെയാണ് നീ രക്ഷപ്പെടേണ്ടത്. തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാരത്തിന്റെ വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറ്റൊരു വഴിയാണ് സുഹൃത്തുക്കളെ, പ്രപഞ്ചനാഥനായ റബ്ബിനുള്ള ഇബാദത്തായ നമസ്കാരം. നമസ്കാരം ഒരു പരിഹാരമാണ്. നിസ്കാരം നിലനിർത്തുക, ജീവിതത്തിൽ നമസ്കാരം നിലനിർത്തുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം കഴുകി വൃത്തിയാക്കും പടച്ച റബ്ബ്, ശുദ്ധീകരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം എന്ന് പറയുന്നത് എല്ലാ നീചവൃത്തികളിൽ നിന്നും, എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന, മനുഷ്യന് സംരക്ഷണം നൽകുന്ന ഒന്നാണ് എന്ന് പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുന്നിൽ വിവരിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമസ്കരിക്കുന്നവരാകണം. നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവരായാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹക്കിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധ്യമാവുകയില്ല. നമ്മുടെ വഴികൾ തെറ്റിപ്പോകും, ധാർമ്മികമായ ചിന്തകൾ ഹൃദയത്തിൽ നിന്നില്ലാതെയായി പോകും, തിന്മകൾ ജീവിതത്തിൽ നിരന്തരം അടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് പടച്ച റബ്ബ് പറഞ്ഞ ഒന്ന്, നിങ്ങൾ അവനെ അറിയുക, ആ റബ്ബിനെ കുറിച്ച് പഠിക്കുക, അവനെ നിങ്ങൾ ആരാധിക്കുക. രണ്ടാമത് പറഞ്ഞത് ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിനുള്ള വഴികൾ പറഞ്ഞു തന്നു, ആ തിന്മകളുടെ ഗൗരവം പറഞ്ഞു തന്നു, ആ ഗൗരവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. മൂന്നാമത് ആ റബ്ബിനുള്ള കർമ്മങ്ങളുടെ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കുക. പടച്ച റബ്ബിനുള്ള ഇബാദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുക. നമസ്കാരം എന്ന് പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഇബാദത്ത്, അതിൽ നിങ്ങൾ ശ്രദ്ധ കാണിച്ചാൽ നിങ്ങളുടെ ഹൃദയം പടച്ച റബ്ബ് കഴുകി വൃത്തിയാക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, നാലാമത്തെ വിഷയമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് പല ആളുകളും തിന്മയിൽ അകപ്പെടുന്ന കാരണം എന്താണ്? തിന്മയിൽ അകപ്പെടാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ മനസ്സിനൊരു സമാധാനമല്ല, കുടുംബജീവിതം അത്ര ക്ലിയർ അല്ല, മനസ്സ് സ്വസ്ഥമല്ല. അതുകൊണ്ടാണ് ഞാൻ കള്ളുടിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ലഹരി ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പുകവലിക്കുന്നത്. പുകവലിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, സിഗരറ്റ് വലിക്കുന്നവർ, ബീഡി വലിക്കുന്നവർ. നിസ്കാരത്തിന് പള്ളിയിൽ വരുന്നവൻ പോലും പുകവലിക്കുക. എന്നിട്ടൊരു ന്യായം പറയുന്നത് കറാഹത്താണെന്ന്. ആരാ പഠിപ്പിച്ചനക്ക് കറാഹത്താണ്? ആരാ പറഞ്ഞ പുകവലിക്കുന്നത് കറാഹത്താണെന്ന്? പച്ചയായ ഹറാമാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ എന്ന ആയത്ത് മദ്യം നിരോധിക്കപ്പെട്ടു, ലോട്ടറി നിരോധിക്കപ്പെട്ടു. നിന്നെ നശിപ്പിക്കുന്ന, നിന്റെ ശരീരത്തിന് ദൂഷ്യം വരുത്തുന്ന സകല ലഹരികളും നിനക്ക് നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനത്തെ വിവരിച്ചുകൊണ്ട് ആധുനിക പണ്ഡിതന്മാർ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിവരിച്ചു, നിന്റെ ശരീരത്തിലേക്ക് നിന്റെ അകത്തേക്ക് വലിച്ചു കയറ്റുന്ന പുകയില്ലേ, ആ പുകയില
അതിന്റെ പുക അത് നിനക്ക് നിന്റെ ഹൃദയത്തിന് ദോഷം വരുത്തുന്ന, നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്ന വസ്തുവായതുകൊണ്ട് അത് നിനക്ക് നിഷിദ്ധമാണ്, ആത്മഹത്യക്ക് തുല്യമാണ്. ആത്മഹത്യക്ക് തുല്യാണ്. വാപ്പ പുകവലിക്ക, എന്നിട്ട് കള്ളു കുടിക്കണം, മോനോട് പറയാം മോനെ ഈ കള്ളു കുടിക്കരുത് കേട്ടോ. അപ്പൊ മോൻ തിരിച്ചു ചോദിക്കാണ്, വാപ്പ ഞാൻ കുടിക്കണ കള്ളിനാണോ ഗൗരവം ജാസ്തി? അതല്ല, നിങ്ങൾ വലിക്കുന്ന സിഗരറ്റിനാണോ എന്ന് ചോദിച്ചാൽ വാപ്പാക്ക് എന്ത് മറുപടി ഉണ്ട് പറയാൻ? വാപ്പാക്ക് എന്ത് മറുപടി ഉണ്ട്? വലിച്ചൂതുന്ന സിഗരറ്റ് വാപ്പാന്റെ ശരീരം മാത്രമല്ല പോണത്, തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി പോലും ആ പുക ശ്വസിക്കുകയും രോഗമേറ്റുവാങ്ങുകയും ചെയ്യുന്നു. മകൻ കള്ളുടിച്ച മകന്റെ വയറ്റിലേ കിടക്കുള്ളൂ, അത് മകനെ കേട് അല്ലേ? നേരെ മറിച്ച് പുകവലിക്കുന്നതോ രണ്ടും തിന്മയാണ്, രണ്ടും പാപമാണ്. അതിനൊരു ന്യായീകരണം പറയാൻ പറ്റൂല. സഹോദരങ്ങൾ, എത്ര ഗൗരവമുള്ള വിഷയമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കള്ളു കുടിച്ചിട്ട് ഒരാൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ വീട്ടിൽ പോവുക? വാപ്പാ എന്ന് പറഞ്ഞ് ഓടി വന്ന് ചേർത്ത് പിടിക്കാൻ മക്കൾ കൊതിക്കുന്നു. വാപ്പ കേറി വരുന്നു എന്ന് കാണുമ്പോ ഓടിച്ചെന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് ഉപ്പയുടെ നെറ്റത്ത്, ഉപ്പയുടെ കവിൾത്തടങ്ങളിൽ ചുംബിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് എന്താ? രക്ഷിതാക്കളെ നിങ്ങൾ കൊടുക്കണമെന്താ? രോഗം. ആ നീ പുക വലിച്ച വായ കൊണ്ട് നിന്റെ മകളെ ചുംബിച്ചാൽ, നിന്റെ ഭാര്യയെ ചുംബിച്ചാൽ അവൾക്ക് നീ രോഗമല്ലേ സമ്മാനിക്കണത്? അതാണ് പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ അത്തരം വിഷയങ്ങൾ ഉണർത്തിയത്. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതത്തെയാണ് സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടത്. അതിനുള്ള പരിഹാരങ്ങളിലെ മറ്റൊരു വിഷയമാണ് പ്രപഞ്ചനാഥനായ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അവനെക്കുറിച്ചുള്ള ദിക്റുകളും ദുആകളും ഹൃദയത്തിൽ നിലനിർത്തുക. റബ്ബിനെ അറിയുക എന്നുള്ളത് പറഞ്ഞു. ആ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്ന മാർഗങ്ങൾ എന്തൊക്കെയാണോ അത് കൃത്യമായി മനസ്സിലാക്കിയ റബ്ബിനെ അറിഞ്ഞുകൊണ്ട് നമസ്കാരം മുറുകെ പിടിക്കുക, ദിക്റുകൾ ദുആകൾ അധികരിപ്പിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ വചനമോതി പഠിപ്പിച്ചത് നിന്റെ ഹൃദയത്തിന് സ്വസ്ഥത ലഭിക്കാനും നിന്റെ ഹൃദയത്തിന് ശാന്തത ലഭിക്കാനുമുള്ള വഴി എന്താണെന്ന് ഖുർആൻ പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അലാ ബിദിക്രില്ലാഹ്, നീ റബ്ബിനെ നിരന്തരം ഓർക്ക്. അല്ലാഹനെ കുറിച്ചുള്ള ഓർമ്മകൾ ഹൃദയത്തിൽ ഇങ്ങനെ നിലനിർത്തും. അത് നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമാകാനുള്ള ഒരു വഴിയാണ്, ഹൃദയത്തെ ശാന്തമായ ഹൃദയമായി നിലനിർത്താനുള്ള ഒരു വഴിയാണ്. അതുകൊണ്ട് അത്തരം ചിന്തകൾ നീ നിലനിർത്തിക്കോ. പരിശുദ്ധ ഖുർആനാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതേപോലെ തന്നെ ഖുർആനുമായുള്ള ബന്ധം സ്ഥാപിക്കുക, ഖുർആനിനെ അറിയണം. ലോകത്ത് മുസ്ലിമീങ്ങളുടെ മാത്രമല്ല ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ ലോകർക്ക് മുഴുവനും ഹുദല്ലിന്നാസ്, അത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അവതരിപ്പിക്കപ്പെട്ടതാണ്. കള്ള് നിഷിദ്ധമാണെന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങളോട് മാത്രമല്ല, അല്ല പ്രിയമുള്ളവരെ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടുമാണ്. അതിന്റെ ദൂഷ്യം പഠിപ്പിച്ചത്, അവനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങളോട് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള വേദഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ട് ആ ഖുർആനിലേക്ക് നിങ്ങൾ മടങ്ങണേ, ആ ഖുർആനിനെ നിങ്ങൾ അറിയണേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു, പരിശുദ്ധ ദീനുൽ ഇസ്ലാം വരച്ചു കാണിച്ചു. ആ രൂപത്തിൽ നിന്റെ ജീവിതം നീ ക്രമീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞ്, അള്ളാന്റെ റസൂലിനെ അറിഞ്ഞ്, ആ റസൂലും അള്ളാഹുവും പഠിപ്പിച്ച വഴികൾ സ്വീകരിച്ച് അവർക്ക് ആ റബ്ബിന് ചെയ്യേണ്ട ഇബാദത്തുകൾ കൃത്യമായി നിർവഹിച്ച് നിന്റെ ജീവിതം നീ ക്രമീകരിച്ചാൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നൊരു സമയമുണ്ട്. സഹോദരങ്ങളെ, എല്ലാ തിന്മകളും ചെയ്ത് വിട പറഞ്ഞു പോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ രണ്ടാമതൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ലോകം വരാനുണ്ട്. ഉമ്മയും വാപ്പയും കുടുംബങ്ങളും എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ആരും പരസ്പരം സഹായിക്കാത്ത, ആരും പരസ്പരം സഹകരിക്കാത്ത ഒരു ലോകം നമ്മുടെ മുന്നിൽ വരാനുണ്ട്. അത് വിചാരണയുടെ ലോകമാണ്, നന്മ തിന്മകളെ കുറിച്ചുള്ള വിചാരണയുടെ ലോകമാണ്. ഈ നാട്ടിൽ നീ എങ്ങനെ ജീവിച്ചു, നിന്റെ ആയുഷ്കാലം നീ എങ്ങനെ ജീവിച്ചു തീർത്തു എന്ന് നിന്നെക്കുറിച്ച് ചോദിക്കുന്ന ലോകമാണ്. പരിശുദ്ധ ഖുർആൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാ
നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിഅമതാനി, രണ്ട് നിഅമത്തുകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ലോകത്തുള്ള മനുഷ്യന്മാർ അധികം ആളുകളും നിസ്സാരമായി തള്ളിക്കളയുന്ന രണ്ട് തിന്മകളുണ്ട്, രണ്ട് പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ ഏതാണ്? രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യം ഏതാണ്? ഒന്ന് അസ്ഹത്തു വൽ ഫറാ, ഒന്ന് ആരോഗ്യമാണ്, രണ്ട് ഒഴിവ് സമയമാണ്. ഈ രണ്ടെണ്ണത്തിന് ആളുകൾ നിസ്സാരമാക്കി തള്ളിക്കളയുന്നു. ആരോഗ്യത്തിന് വില കൽപ്പിക്കാത്ത ലോകം. സഹോദരങ്ങളെ, തന്റെ ആരോഗ്യം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്റെ ഒരു സ്റ്റെപ്പ് നിനക്ക് മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ മഹാനായ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ അറിയണം, അങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തിയത് നമുക്ക് കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആല സത്യാസത്യ വിവേചനങ്ങളുമായി നിന്റെ മുന്നിലേക്ക് വന്നു. അത് പറഞ്ഞു തരാൻ നിന്റെ മുന്നിലേക്ക് ആളുകൾ വന്നു. പക്ഷെ അതിനെ കേൾക്കാതെ പോകുന്ന, അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്ന ആളുകളുണ്ട്. അവരോട് ഖുർആൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നാളെ റബ്ബിന്റെ കോടതിയിൽ സുഹൃത്തുക്കളെ, വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന സമയത്ത് അള്ളാഹു അന്ധന്മാരാക്കി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗം, അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ണ് കാണാത്തവരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവർ ആരാണ്? ഞാനും നിങ്ങളും അതിൽ ഉൾപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകം നമുക്ക് കാണാം. ആരാണോ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് അകന്നുപോയത്, വമൻ അഅറദ അൻ ദിക്രി, ആരാണോ റബ്ബിന്റെ ദിക്റുകളെ തൊട്ട് അകന്നു പോകുന്നത്, ഫഇന്ന ലഹു മഈശതൻ ലൻകാ, നാളെ റബ്ബ് അവർക്ക് ഞെരുക്കത്തിന്റെ ഒരു ജീവിതം നൽകുന്നു. ഞെരുങ്ങിയതായ ഒരു ജീവിതം. മഈശതൻ ലൻകാ, ഈ ഭൂമിയിൽ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെ തള്ളിക്കളഞ്ഞ്, സൃഷ്ടിച്ച നാഥന്റെ കൽപ്പനകളെ തള്ളിക്കളഞ്ഞ് ജീവിച്ച ആളുകൾക്ക് പടച്ച റബ്ബ് ഈ ഭൂമിയിൽ അവരുടെ ജീവിത മാർഗം ഞെരുക്കമുള്ളതാക്കും. പണ്ഡിതന്മാർ വിവരിക്കുന്നിടത്ത് കാണാം, ഖബർ അവർക്ക് ഞെരുക്കമുള്ള ലോകമാക്കി റബ്ബ് മാറ്റും. മാത്രമല്ല, വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, ഖിയാമത്ത് നാളിൽ കണ്ണ് കാണാത്തവരായിട്ട് അവർ വരുന്ന. അപ്പൊ അള്ളാഹിനോട് അവർ ചോദിക്കും, പടച്ചോനെ, ഞങ്ങൾക്ക് കാഴ്ചയുണ്ടായിരുന്നല്ലോ ഭൂമിയിൽ, എന്തേ നീ ഞങ്ങളെ കാഴ്ച എടുത്തു കളഞ്ഞത് എന്ന് ചോദിക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ അള്ളാഹു പറയും, ഖാല കദാലിക് അത്തതുക ആയാതുന, സംഭവം ശരിയാണ്, നിനക്ക് ആയത്ത് ഓതിത്തരാൻ നിന്റെ മുന്നിലേക്ക് ആളുകൾ വന്നില്ലേ, ഇന്നത് തെറ്റാണെന്ന് പറഞ്ഞു തരാൻ, ഇന്നതാണ് ശരിയെന്ന് പറഞ്ഞു തരാൻ നിന്റെ മുന്നിലേക്ക് പ്രവാചകന്മാർ വന്നില്ലേ, നിന്റെ മുന്നിലേക്ക് ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയ ആദർശങ്ങളെ നിനക്ക് പഠിപ്പിച്ചു തരാൻ ആളുകൾ വന്നില്ലേ, നീ എന്ത് ചെയ്തു എന്ന് ആളുകൾ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ആ ആളുകൾ അള്ളാഹുവിനോട് മറുപടി പറയുന്നത്, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം, ഫനസീതഹ, അന്ന് ആ ഉപദേശത്തെ നീ തള്ളിക്കളഞ്ഞു, അന്ന് ആ ഉപദേശത്തെ നീ നിസ്സാരവൽക്കരിച്ചു കളഞ്ഞു. അതുകൊണ്ട് കദാലിക്കൽ യൗമ തുൻസ, ഇന്ന് ഞാനും നിന്നെ അവഗണിക്കാണ്. കണ്ണ് കാണാത്തവനായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടു പോകരുത്, നരകത്തിലേക്ക് കൂപ്പുകുത്തുന്ന വിഭാഗമായി നമ്മൾ മാറരുത് എന്നുള്ളതുകൊണ്ടാണ് ഇതുപോലെയുള്ള വേദികൾ കിട്ടി പ്രപഞ്ചനാഥനെ കുറിച്ചും ആ റബ്ബ് ലോകത്തേക്ക് അയച്ച പ്രവാചകനെ കുറിച്ചും ആ പ്രവാചകൻ പഠിപ്പിച്ച ആശയാദർശങ്ങളെ കുറിച്ചും ഇതുപോലെ റോഡ് സൈഡുകളിൽ പോലും വേദി കെട്ടി പ്രസംഗിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളതുകൊണ്ടാണ്. ആ ഒരു ബോധം ഹൃദയത്തിലേക്ക് വരുമ്പോ സുഹൃത്തുക്കളെ, മരിക്കണമെന്ന ചിന്തയും മരണാനന്തരം ഒരു ലോകമുണ്ട്, ഒരു വിചാരണയുടെ ലോകമുണ്ട് എന്നുള്ള ചിന്ത വന്നാൽ നമുക്ക് രക്ഷയുടെ വഴിയായി നമുക്ക് ഹക്കും ബാത്തിലും വേർതിരിച്ച് പഠിക്കാനുള്ള മനസ്സ് വന്നു എന്നർത്ഥം. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ ലോകത്തു നിന്ന് വിട പറയണം, ഈ ലോകത്തു നിന്ന് മരിക്കണം. ഇത് വെറുതെ ഒരു തമാശക്ക്, പ്രസംഗത്തിന്റെ അലങ്കാരത്തിന് കൂട്ടിച്ചേർക്കുന്ന വാക്കായി നിങ്ങൾ കരുതരുത്. ലോകത്തു നിന്ന് വിട പറയണം. നമ്മൾ മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ രണ്ടാമതൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രപഞ്ചനാഥനായ റബ്ബിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നൊരു ലോകമുണ്ട്. തീർച്ചയായും അങ്ങനൊരു ലോകമുണ്ട്. അവിടെ വിചാരണ ചെയ്യപ്പെടുന്ന നമ്മുടെ നന്മകളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ സമ്പത്തിനെക്കുറിച്ചും കൃത്യമായി അത് നീ എങ്ങനെ സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു, നിന്റെ ആരോഗ്യം നീ എങ്ങനെ ചെലവഴിച്ചു എന്ന് റബ്ബ് ചോദിക്കുന്ന, നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിൽ നീ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്ന ചോദ്യം വരുന്ന ഒരു ലോകമുണ്ട്.
ആ ലോകത്ത് വിജയിക്കുന്നവരായി മാറണോ? വിജയിക്കുന്നവരായി മാറണമെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി തിരിച്ചറിയാനും മരിക്കുമ്പോൾ മുഅ്മിനായി മരിക്കാനും നമുക്ക് സാധിക്കണം. കള്ളു കുടിക്കുന്നവരെ, തോന്നിവാസങ്ങളിൽ ഏർപ്പെടുന്നവരെ, വൃത്തികേടുകൾക്ക് പ്രചോദനം നൽകുന്നവരെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളൊരു വാചകം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും നരകവും സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യന് വേണ്ടിയാണത്. ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, ജേഷ്ഠാനുജന്മാർക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി, എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും അല്ലാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗവും നരകവും. ഇത് ആളുകളെ പേടിപ്പിക്കാൻ പറയുന്ന ഒരു വാചകമായി പലരും കരുതാറുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നിലേക്ക് വെക്കുന്ന ആശയങ്ങളിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. സൃഷ്ടാവുണ്ട് എന്ന് എങ്ങനെ വിശ്വസിക്കുന്നുവോ, നമ്മളെ സൃഷ്ടിച്ച റബ്ബുണ്ട് എന്ന് എങ്ങനെ അംഗീകരിക്കുന്നുവോ, അതുപോലെ അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം സൃഷ്ടിച്ചിട്ടുണ്ട്, നരകം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് ശിക്ഷ വിധിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന ഭക്ഷണം, വെള്ളം കൊടുക്കും ചില ആളുകൾക്ക്. ഭൂമിയിൽ മദ്യപാനികളായ ആളുകൾക്ക് നരകത്തിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന, ഭക്ഷിക്കാൻ കൊടുക്കുന്നത് തീനത്തുൽ ഖബാലാണെന്ന് കാണാം, അല്ലേ? ചീഞ്ചലം, ശരീരത്തിൽ നിന്ന് പൊട്ടി ഒഴുകുന്ന ചെലവും ചോരയും ഭക്ഷണമായി നൽകുന്ന നരകത്തെക്കുറിച്ച് ഖുർആൻ വിവരിക്കുന്നത് കാണാം. അവിടുന്ന് മുക്തമാവണം, അവിടുന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് ഉമ്മമാരെ, ജേഷ്ഠാനുജന്മാരെ, കുടുംബങ്ങളെ, നമ്മുടെ വീടുകൾ ധാർമ്മിക ബോധമുള്ള വീടുകളായി നമ്മുടെ വീടുകൾ മാറണം. നമ്മുടെ അകത്തളങ്ങൾ മാറണം. നമ്മുടെ മക്കൾ അല്ലാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും അറിയുന്നവരാകണം. ജീവിതം ആ രൂപത്തിൽ ക്രമീകരിക്കണം. പരിശുദ്ധ ഖുർആൻ മാനവരാശിയോട് പഠിപ്പിക്കുന്ന ഒരു വാചകം കാണാം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരായ ആളുകളെ, മനുഷ്യരെ, വിശ്വസിച്ചവരെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തോ. നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തോളൂ. നിങ്ങളെ തടി മാത്രം നിങ്ങൾ രക്ഷപ്പെടുത്തിയാൽ പോരാ, നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും നിങ്ങൾ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനെയും കല്ലിനെയും ഇന്ധനമാക്കി കരിച്ചു കളയുന്നതാണ് നരകം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അടുപ്പത്ത് വെച്ച തീജ്വാല കത്തിയാൽ നമ്മൾ അടുപ്പിന്റെ കല്ലൊരിക്കലും കരിഞ്ഞ് വെണ്ണീറായി പോകാറില്ല. പക്ഷെ ആ കല്ല് നരകത്തിലേക്ക് എറിഞ്ഞാൽ നരകത്തിൽ ആ കല്ല് ചാമ്പലാകുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ നരകത്തിന്റെ കാഠിന്യം എത്രയാണെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഇത് അള്ളാഹുവിന്റെ റസൂലും സ്വഹാബികളും വെറുതെ പറഞ്ഞ വാചകമല്ല. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് വഹയിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുന്നിൽ ഓതി തന്നിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഈ നരകത്തെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ എല്ലാ സമയങ്ങളിലും ഓർമ്മ വേണം. നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ, നമ്മുടെ തടി രക്ഷപ്പെടുത്താൻ, നമ്മുടെ നാട്ടുകാരെ രക്ഷപ്പെടുത്താൻ. അതുകൊണ്ട് മുഴുവൻ ആളുകളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഈ ഒരാശയം അവസാനമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ആശയം ഇതാണ്. നരകമുണ്ട് എന്ന ബോധം, സ്വർഗമുണ്ട് എന്ന ബോധം, ധാർമ്മികമായ ബോധം നേടിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തെ അല്ലാഹു സൃഷ്ടിച്ചു, സ്വർഗത്തെ അല്ലാഹു സൃഷ്ടിച്ചു, എന്നിട്ട് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും മലക്കുകളോട് ചെന്ന് നോക്കാൻ പറഞ്ഞു. മലക്കുകളെ, നിങ്ങൾ നരകം കണ്ടുവരൂ. നരകം കണ്ടുവന്നിട്ട് മലക്കുകൾ പറഞ്ഞു, പടച്ചോനെ, നീ നരകം സൃഷ്ടിച്ചത് എത്ര ഭീകരമാണ്, ആരും അതിലേക്ക് പോകൂല. നരകത്തെ കുറിച്ചറിഞ്ഞാൽ ആരും അതിലേക്ക് അടുക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒന്നുകൂടി കണ്ടുവരാൻ പറഞ്ഞു. നരകം ഒന്നുകൂടി കണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, നരകം ഒന്നുകൂടി കണ്ടുവന്ന മലക്ക് പറയുന്നു, റബ്ബേ, നരകം ഭീകരമാണ് എന്നുള്ളത് ശരിയാണ്, ആരും അതിലേക്ക് പോകാൻ ആഗ്രഹിക്കൂല എന്നത് ശരിയാണ്. പക്ഷേ നരകത്തിലേക്കുള്ള വഴി കണ്ടാൽ, നരകത്തിന്റെ പാത കണ്ടാൽ ആളുകൾ അധികവും നരകത്തിലേക്ക് കൂപ്പുകുത്തുന്നത് പോലെയാണല്ലോ റബ്ബേ അതിന്റെ സംവിധാനമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്ക് പറയുമെന്നാണ്. സ്വർഗത്തെ കണ്ടുവന്ന മലക്ക് പറയുന്നത്, യാ റബ്ബി, പടച്ചോനെ, നരകം നീ എത്ര മനോഹരമായ രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നരകത്തിലേക്ക് പോകാൻ ആളുകൾ കൊതിക്കും, പക്ഷേ ആ നരകത്തിന്റെ വഴിയോ അതിനുള്ള മാർഗങ്ങളോ ആളുകൾ അതിലേക്ക് അടുക്കാൻ പ്രയാസപ്പെടും. പ്രയാസം സഹിക്കുന്നവർക്ക് മാത്രമാണ് സുഹൃത്തുക്കളെ നരകം.
ഒത്തിരി പ്രയാസങ്ങൾ ക്ഷമിക്കണം. തിന്മയുടെ ലോകത്ത് തിന്മ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ കഴിയണം. ഏകനായ സിട്ടാവിനെ മാത്രം ആരാധിച്ച് അവനെ മാത്രം ഇബാദത്തുകൾ സമർപ്പിച്ച് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച മാർഗമനുസരിച്ച് ജീവിതം ക്രമീകരിക്കണം. അങ്ങനെയുള്ളവർക്ക് സ്വർഗമുണ്ട്, അല്ലേ? പ്രിയമുള്ളവരെ, ഇതൊക്കെ പറയുമ്പോഴും തെറ്റിനെ തിന്മകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോഴും അതിലൊന്നും ഗാംഭീര്യം കാണാത്തവരെ, ഗൗരവം കാണാത്തവരെ, നരകം എന്താണെന്നറിയണം. നരകത്തിലൊരു മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും മാനവരാശിയെ പഠിപ്പിക്കുന്ന ഒരാശയമുണ്ട്. ഈ തോളിന്റെ ഒരറ്റം മുതൽ നരകക്കാരന്റെ മറ്റേ തോളിന്റെ അറ്റം വരെ എത്തണമെങ്കിൽ 3 ദിവസത്തെ യാത്രാ ദൂരമുണ്ടെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകക്കാരന്റെ തേറ്റക്ക്, നരകക്കാരന്റെ മോണക്ക്, സഹോദരങ്ങളെ, പിന്നെ ഒരു ഉഹുദ് മലയുടെ മിർസുൽ കാഫിറു നാദുൽ കാഫിറു മിസ്ലു ഉഹുദിൻ, ഉഹുദ് മലയുടെ വലിപ്പമുണ്ടെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ, ഇത് വിശ്വസിക്കുന്നവരാണ് മുഅ്മിൻ, ഇത് അംഗീകരിക്കുന്നവരാണ് മുഅ്മിൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകക്കാരന്റെ ഊരയുടെ വലിപ്പം നോക്കൂ നിങ്ങൾ, ഫഇന്ന മജ്ലിസഹു ഫീഹിൽ ജഹന്നം കമാ ബൈന മക്ക വ മദീന, മക്കക്കും മദീനക്കും ഇടയിലുള്ള വിശാലത നരകക്കാരന്റെ ഇരിപ്പിടത്തിലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നരകത്തിൽ നിന്ന് നിന്റെ തടി രക്ഷപ്പെടുത്താനാണ് അള്ളാന്റെ ദീന് പറയുന്നത്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ വഴി സ്വീകരിക്കണം എന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന മാർഗം. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് അറിയാം, നരകത്തെക്കുറിച്ച് അതിന് അറിയുകയും അതിൽ നിന്ന് മുക്തമായി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി സ്വീകരിക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക, ദീനിനെ കുറിച്ച് കൂടുതൽ അറിയുക. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഹൈന്ദവരുണ്ടെങ്കിൽ, ക്രൈസ്തവരുണ്ടെങ്കിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ അടുത്തറിയണം. പഠിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളും സംരംഭങ്ങളുമുണ്ട്. ഇവിടെ മനോഹരമായൊരു സലഫി പള്ളിയുണ്ട്. ഇവിടെ മലയാളത്തിൽ വെള്ളിയാഴ്ചകളിൽ മലയാളത്തിൽ ഖുതുബ പറയുന്ന, ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുതുബ കേൾക്കാൻ പറ്റുന്ന ഒരു പള്ളി. അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ, റസൂലുള്ളാന്റെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് റസൂൽ ഖുതുബ പറയുമ്പോൾ മുന്നിലിരുന്ന ആളുകൾ റസൂലുള്ളാന്റെ ഖുതുബ ഇന്നതാണെന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇന്ന് വിഷയം ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഇന്നതാണെന്ന് അവർ അറിഞ്ഞിരുന്നു. ആ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് ഹബീബ് ഖുതുബ പറഞ്ഞതെങ്കിൽ ഖുതുബയുടെ ആശയം തന്നെ, ഖുതുബ എന്ന് പറയുന്നത് തന്നെ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറയുന്ന ഒരു പള്ളി നമ്മളെ മുന്നിലുണ്ട്. നിങ്ങൾ വെള്ളിയാഴ്ച വരണം, വെള്ളിയാഴ്ച അവിടത്തുള്ള ഖുതുബകളെ കേൾക്കണം, ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയണം. ഇസ്ലാം ഭീകരതയാണ്, ഇസ്ലാം തീവ്രവാദമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ കൂടുതൽ ഇസ്ലാമിനെ അറിയണം എന്ന് എനിക്ക് പറയുള്ളത്. ഇസ്ലാമിനെ അറിയേണ്ടത് ഇസ്ലാമിനെ വിമർശിക്കുന്നവന്റെ ലേഖനങ്ങളിൽ നിന്നോ ഇസ്ലാമിനെ വിമർശിക്കുന്നവന്റെ പ്രസംഗങ്ങളിൽ നിന്നോ അല്ല, ഇസ്ലാമിനെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് അറിയണം എന്നാ പറയുള്ളത്. ആ രൂപത്തിൽ ദീനിനെ പഠിക്കുക, ദീനിനെ മനസ്സിലാക്കുക. നമ്മുടെ മുന്നിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നോക്കൂ നിങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഡയലോഗ് എന്ന പ്രോഗ്രാം ജില്ലകൾ തോറും ഓരോ സന്ദർഭങ്ങളിൽ ഇതിന്റെ നേതൃസംഘം, ഇതിന്റെ നേതൃത്വം കൃത്യമായി വെക്കേണ്ട സ്ഥലങ്ങളിൽ ഡയലോഗ് എന്ന പേരിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച ആളുകൾക്ക് ഈ വിഷയകമായി ബോധവൽക്കരണം കൃത്യമായി നിർവഹിക്കുന്നു. നടക്കുന്ന വേളകളിൽ പങ്കാളികളാവാം. വരാനിരിക്കുന്ന സമ്മേളനം സുഹൃത്തുക്കളെ മുന്നിൽ വരുന്ന വെള്ളിയാഴ്ച മുന്നിലുണ്ട്. പോകാനും ഇരിക്കാനും അവിടെ നിന്ന് കിട്ടുന്ന അറിവുകൾ നുകരാനും ഉള്ള അവസരമാണ്, പാഴാക്കരുത്. പീസ് റേഡിയോ എന്നൊരു സംവിധാനമുണ്ട്. 24 മണിക്കൂറും അള്ളാഹുവിന്റെ ദീന് ചർച്ച ചെയ്യപ്പെടുന്ന, ഇത്തരം വിഷയങ്ങളുടെ ഏത് മേഖലയും ചർച്ച ചെയ്യപ്പെടുന്ന, നമുക്ക് ചോദ്യം ചോദിക്കാനും ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ലഭിക്കാനും ഒക്കെ പറ്റുന്ന നല്ല ഒരു അവസരമാണ് പീസ് റേഡിയോ എന്ന സംവിധാനം. ഉപയോഗപ്പെടുത്തണം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിന്റെ കൃത്യമായ ദൗത്യം നിർവഹിച്ചു പോരുമ്പോൾ വളരെ ഗൗരവമായി ഇത്തരം വിഷയങ്ങൾ സമുദായത്തിലേക്ക് കൊടുക്കുന്നത് കൂടുതൽ ഇസ്ലാമിനെ ആളുകൾക്ക് അതിന്റെ ലളിതമായ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇസ്ലാമിനെ അറിയുക, ദീനിനെ പഠിക്കുക, ദീനിനെ മനസ്സിലാക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മരണത്തെക്കുറിച്ച് കൃത്യമായ ഓർമ്മ എന്നും ഹൃദയത്തിൽ നിലനിർത്തണം. അക്തിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, മരണമെന്ന ചിന്തയെ, മരണമെന്ന ആ പിന്നെ പെടുന്നതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മരണമെന്ന അതിഥിയെക്കുറിച്ച് എല്ലാ സമയത്തും ഓർത്തുകൊണ്ടിരിക്കണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചു. മരിക്കേണ്ടവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ നമ്മൾ നിലംപതിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ സുഹൃത്തുക്കളെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കയ്യിൽ പാതേയമായി എന്തെങ്കിലും വേണം, ഇബാദത്ത് വേണം, സുഹൃതങ്ങൾ വേണം.
സഹോദരങ്ങളെ, നന്മകൾ ഉണ്ടാവണം, എങ്കിലേ ഈ പറയപ്പെട്ട സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തെ നന്മ തിന്മകളെ വേർതിരിച്ച് പഠിച്ചു മനസ്സിലാക്കി സത്യത്തെ ഉൾക്കൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നന്മയുടെ വക്താക്കളായി നമ്മൾ മാറുക. പിന്നെ സമൂഹത്തിന് ഉപകാരമുള്ള ആളുകളായി നമ്മൾ മാറുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. കാര്യങ്ങൾ കൂടുതൽ അറിയാനും കൂടുതൽ കേൾക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സംസാരിച്ച വിഷയങ്ങളിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഈ ആശയാദർശങ്ങളെ കൃത്യമായും ഇതിലപ്പുറവും പഠിക്കാൻ ഉള്ള വേദി, അതിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.